30 മത്സരങ്ങളിൽ നിന്ന് 96 ഗോളുകൾ. ഇതിഹാസങ്ങൾ പന്ത് തട്ടിത്തുടങ്ങിയ ബാഴ്സയുടെ തട്ടകത്തിൽ നിന്ന് വിസ്മയിപ്പിക്കുകയാണ് ഒരു 13-കാരനായ ഫോഡി ഡയാലോ. ബോക്സിനുള്ളിൽ പന്ത് തട്ടിയാൽ ഗോൾ വല കുലുക്കുന്ന അസാമാന്യ പാടവമാണ് ഡയാലോയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കറ്റാലന്മാരുടെ ലാമാസിയ അക്കാദമിയിൽ നിന്ന് ഗോൾവേട്ട നടത്തുന്ന കൗമാരക്കാരൻ ഫുട്ബോൾ ലോകത്തിന്റെ റഡാറുകളിൽ ഇതിനകം തന്നെ പതിഞ്ഞു കഴിഞ്ഞു. സാക്ഷാൽ ലയണൽ മെസ്സി മുതൽ യുവതാരൻ ലെമീൻ യമാൽ വരെ ഫുട്ബോൾ ലോകത്ത് ചുവടുവെച്ച് തുടങ്ങിയ ഇടമാണ് ലാമാസിയ. താരോദയങ്ങളെ വാർത്തെടുക്കുന്ന അതേ അക്കാദമിയിൽ നിന്ന് ഒരു 13-കാരനാണ് ഇപ്പോൾ വിസ്മയം സൃഷ്ടിക്കുന്നത്. ലാമാസിയയിൽ ഗോളടിച്ച് തകർക്കുകയാണ് ഫോഡെ ഡയാലോ. 2023-24 സീസണിൽ 30 മത്സരങ്ങളിൽ നിന്ന് ഈ 13-കാരൻ നേടിയതാകട്ടെ 96 ഗോളുകളാണ്. യമാലിനെ വെച്ച് താരതമ്യം ചെയ്താൽ പോലും ഈ പ്രായത്തിൽ ഡയാലോ തന്നെ മികച്ചു നിൽക്കും. 29 മത്സരങ്ങളിൽ നിന്ന് 68 ഗോളുകളായിരുന്നു യമാലിന്റെ സമ്പാദ്യം. യൂത്ത് തലത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായാണ് ഡയാലോയെ ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. മെസ്സിയെയും സാവിയെയും പോലെ ലോക ഫുട്ബോളിന് ലാമാസിയ സമ്മാനിക്കുന്ന മറ്റൊരു സൂപ്പർ താരമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും. കറ്റാലൻ അക്കാദമിയിൽ തരംഗം തീർക്കുന്ന 13-കാരനെ ഫുട്ബോൾ പ്രേമികളും ക്ലബ്ബുകളും ഇതിനകം തന്നെ നോട്ടമിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. സ്പെയിനിലെ സബാഡെല്ലിലാണ് ഡയാലോയുടെ ജനനം. ഗിനിയയിൽ നിന്ന് കൂടിയേറിയവരാണ് മാതാപിതാക്കൾ. 2ാം വയസ്സിൽ യുഇ സബഡെല്ലൻകായി കളിച്ചു തുടങ്ങിയ താരം പിന്നീട് സബാഡെൽ, സാൻ ഗ്യൂഗട്ട് FC ടീമുകൾക്കായും കളിച്ചു. 2019-ലാണ് ബാഴ്സയുടെ യൂത്ത് അക്കാദമിയിലെത്തുന്നത്. ഡയാലോ അവിടെ നടത്തിയ ഗോൾവേട്ടയാണ് താരത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. 2023-24 സീസണിൽ 96 ഗോളുകൾക്ക് പുറമെ 24-25 സീസണിലും താരം മികച്ചു നിന്നു. യൂത്ത് തലത്തിലെ ടോപ്പ് ലീഗിൽ 38 ഗോളുകളാണ് ഈ സീസണിൽ ഡയാലോ അടിച്ചു കൂട്ടിയത്. സ്ട്രൈക്കറായി മാത്രമല്ല വിങ്ങറായും എതിരാളികളുടെ ബോക്സുകളിൽ ഡയാലോ കുതിച്ചെത്തുന്നുണ്ട്. അപാരമായ പന്തടക്കവും പന്തുമായി അതിവേഗമുള്ള മുന്നേറ്റവും ഡയാലോയെ മറ്റ് താരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കളിശൈലിയിൽ മുൻ താരം സാമുവൽ ഏറ്റുവിനോടാണ് പലരും ഡയാലോയെ താരതമ്യം ചെയ്യുന്നത്. പുതിയ ഏറ്റുവെന്ന വിശേഷണവും ഇതിനകം താരം സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ സീനിയർ തലത്തിൽ താരത്തിന് ഇതേ മികവ് തുടരാനാകുമോ എന്നാണ് ഏവരും കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്.